ഇനിയില്ല ആ തൂലിക. മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛന് വിട. എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. എം.ടിയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 2 ദിവസം ദുഃഖം ആചരിക്കും. മലയാളത്തിന്റെ വിഖ്യാത സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, നാടകകൃത്ത്, നടൻ, സംവിധായകൻ തുടങ്ങി എം.ടി തന്റെ മുദ്ര പതിപ്പിക്കാത്ത മേഖലകളില്ല. കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് ഡിസംബർ 16 പുലർച്ചെയാണ് എം.ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എം.ടിയോടുള്ള ആദരസൂചകമായി 26 തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 26 ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ഇന്ന് വൈകിട്ട് 5-ന് മാവൂർ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. എം.ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കും. 1933 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിൽ ജനിച്ച എം.ടി വിക്ടോറിയയിലെ പഠനകാലത്ത് ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ പ്രസിദ്ധീകരിച്ചു. 1954 നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയതോടെ എം.ടി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. പിന്നീട് നാലുകെട്ട്, മഞ്ഞ്, വിലാപയാത്ര, രണ്ടാമൂഴം തുടങ്ങി നിരവധി നോവലുകളും കഥകളും എം.ടിയുടെ തൂലികയിൽ പിറന്നു. 2005 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ജെ.സി. ഡാനിയൽ പുരസ്കാരം എന്നിവയടക്കം നിരവധി ബഹുമതികൾ നേടി. തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും നേടി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ ലഭിച്ചു. കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ. സിത്താര, അശ്വതി എന്നിവർ മക്കളാണ്. കേരള വിഷൻ, കോഴിക്കോട്.